നമുക്ക് ജീവിക്കാൻ ശ്വാസം ആവശ്യമാണ്. പക്ഷേ നമ്മൾ പൂർണ്ണമായും ശ്വസിക്കുന്നുണ്ടോ? ശ്വാസ തടസ്സമുണ്ടോ? ഈ വീഡിയോ പൂർണ്ണമായിട്ട് കാണുമ്പോൾ നിങ്ങൾക്ക് ശ്വാസം മാത്രമല്ല, ജീവിതവും മാറ്റപ്പെട്ടിരിക്കും. ശ്വാസം ശരിയല്ലെങ്കിൽ ഉറക്കം ശരിയാവില്ല, മനസ്സ് തളരും, ഊർജം കുറയും. ഈ വീഡിയോയിൽ നമ്മൾക്ക് മനസ്സിലാക്കാം ശ്വാസം തടസ്സപ്പെടുന്നത് എന്തുകൊണ്ടാണ്, ശക്തമായ ബ്രീത്തിങ് പ്രാക്ടീസ് എങ്ങനെയാണ്, ദിനചര്യയിൽ എളുപ്പത്തിൽ ചെയ്യാവുന്ന ബ്രീത്തിങ് പ്രാക്ടീസ് എന്തൊക്കെയാണ്, റീസൺസ് ഫോർ ബ്രീത്തിങ് ബ്ലോക്കേജസ്, ബോഡി ട്രിഗേഴ്സ്. നമുക്ക് ഓർമ്മ വേണം, ശ്വാസം ശരിയാകുന്നത് ആരോഗ്യം മാത്രമല്ല, ആത്മസംതൃപ്തിയുടെയും അടിസ്ഥാനമാകുന്നു. ശ്വാസം ശുദ്ധമാകുമ്പോൾ ചിന്തയും ശുദ്ധമാകും. ഇനി നമുക്ക് ശക്തമായ ബ്രീത്തിങ് പ്രാക്ടീസ് ചെയ്യാം. ഫസ്റ്റ്, ബ്രീത്തിങ് അവയർനെസ് ബൂസ്റ്റ്. അതിനായിട്ട് 3 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഫസ്റ്റ്, നമ്മൾ സുഖാസനത്തിലോ കസേരയിലോ നമുക്കിരിക്കാം. നടു നിവർന്നിരിക്കുക. മുഖത്ത് പുഞ്ചിരി ഉണ്ടാവണം. ഷോൾഡർ റിലാക്സ് ആണോ നോക്കുക. കണ്ണുകൾ അടയ്ക്കുക. ദീർഘശ്വാസം ഉള്ളിലേക്ക് എടുക്കുക. ടേക്ക് എ ഡീപ് ബ്രീത്ത്. പതുക്കെ ശ്വാസം പുറത്തേക്ക് വിടുക. ബ്രീത്ത് ഔട്ട്. ബ്രീത്ത് ഔട്ട് ചെയ്യുമ്പോൾ ശരീരം റിലാക്സ് ആവുന്നത് ഫീൽ ചെയ്യുക. ഷോൾഡർ റിലാക്സ് ആണോ നോക്കുക. ഇനി നമ്മളൊരു കൗണ്ടിൽ ചെയ്യാൻ പോവാണ്. ബ്രീത്ത് ഇൻ ചെയ്യുമ്പോൾ 1 2 3. എന്നിട്ട് നമ്മൾ ബ്രീത്ത് ഹോൾഡ് ചെയ്യുമ്പോൾ 1 2 3. അതിനുശേഷം ബ്രീത്ത് ഔട്ട് ചെയ്യും 1 2 3 4 5 6. 3 കൗണ്ട് നമ്മൾ ഇൻഹേൽ ചെയ്യും, 3 കൗണ്ട് നമ്മൾ ഹോൾഡ് ചെയ്യും, 6 കൗണ്ട് നമ്മൾ എക്സേൽ ചെയ്യും. ഓക്കെ, അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാം. മുഖത്ത് പുഞ്ചിരി ഉണ്ടാവണം. ബ്രീത്ത് ഇൻ 1 2 3. ഹോൾഡ് 1 2 3. ബ്രീത്ത് ഔട്ട് 1 2 3 4 5 6. ബ്രീത്ത് ഇൻ 1 2 3. ഹോൾഡ് 1 2 3. ബ്രീത്ത് ഔട്ട് 1 2 3 4 5 6. നമ്മുടെ ശ്വാസം ശ്രദ്ധിക്കുക. ഒന്നുകൂടി ചെയ്യുക. ബ്രീത്ത് ഇൻ 1 2 3. ഹോൾഡ് 1 2 3. ബ്രീത്ത് ഔട്ട് 1 2 3 4 5 6. ശ്വാസം ശ്രദ്ധിക്കുക. മുഖത്ത് പുഞ്ചിരി ഉണ്ടോ നോക്കുക. മുഖത്ത് പുഞ്ചിരിയോടുകൂടി പതുക്കെ കണ്ണുകൾ തുറക്കുക. ഇനി നമ്മൾ അടുത്ത് ചെയ്യാൻ പോകുന്നത് സെക്കൻഡ് ബ്രീത്തിങ് പ്രാക്ടീസ് ആണ്. നാഡീശോധന, ഓൾട്ടർനേറ്റീവ് നോസ്ട്രൽ ബ്രീത്തിങ്. ഇതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഫസ്റ്റ് നാസിക മുദ്ര നമ്മുടെ ചെറുവിരലും മോതിരവിരലും നിവർത്തി വെക്കുക. അതേപോലെ നമ്മുടെ തള്ളവിരൽ, തമ്പ്, ഈ 3 വിരലാണ് നമ്മൾ നോക്കേണ്ടത്. ഈ 2 വിരൽ മടക്കി വെക്കുക. അതിനുശേഷം നമ്മുടെ റൈറ്റ് ഹാൻഡ് ആയിരിക്കണം ലെഫ്റ്റ് നോസ്ട്രലിൽ ക്ലോസ് ചെയ്യുക. നമ്മുടെ ചെറുവിരലും മോതിരവിരലും വെച്ചിട്ട് റൈറ്റ് നോസ്ട്രലിൽ ക്ലോസ് ചെയ്യുമ്പോൾ നമ്മൾ തള്ളവിരൽ ഉപയോഗിക്കുക. ആദ്യം ലെഫ്റ്റ് നോസ്ട്രലിൽ ക്ലോസ് ചെയ്യുക. അതിനുശേഷം ദീർഘശ്വാസം എടുക്കുക. ടേക്ക് എ ഡീപ് ബ്രീത്ത്. അത് കഴിഞ്ഞ് മൂക്ക് അടയ്ക്കുക. ലെഫ്റ്റ് സൈഡിലൂടെ ശ്വാസം പുറത്തേക്ക് വിടുക. ശ്വാസം പൂർണ്ണമായും പുറത്തേക്ക് പോയതിനു ശേഷം
ലെഫ്റ്റ് നോസ്ട്രിൽ തന്നെ ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക. അത് കഴിഞ്ഞ് ലെഫ്റ്റ് നോസ്ട്രിൽ ക്ലോസ് ചെയ്യുക. റൈറ്റ് നോസ്ട്രിലൂടെ പുറത്തേക്ക് വിടുക. ശ്വാസം പൂർണ്ണമായിട്ടും പുറത്തേക്ക് വിട്ടതിന് ശേഷം റിലാക്സ് ചെയ്യുക. നടു നിവർന്നാണോ നോക്കുക. മുഖത്ത് പുഞ്ചിരി ഉണ്ടോ നോക്കുക. ഷോൾഡർ റിലാക്സ്ഡ് ആണോ നോക്കുക. നമ്മൾ അടുത്തത് വീണ്ടും ചെയ്യുക. ലെഫ്റ്റ് നോസ്ട്രിൽ ആദ്യം ക്ലോസ് ചെയ്യുക. റൈറ്റ് നോസ്ട്രിലെ ശ്വാസം എടുക്കുക. ടേക്ക് എ ഡീപ് ബ്രീത്ത്. അത് കഴിഞ്ഞ് റൈറ്റ് നോസ്ട്രിൽ ക്ലോസ് ചെയ്യുക. ലെഫ്റ്റ് നോസ്ട്രിലൂടെ ശ്വാസം പുറത്തേക്ക് വിടുക. ശ്വാസം പൂർണ്ണമായും പുറത്തേക്ക് പോയതിനു ശേഷം ലെഫ്റ്റ് നോസ്ട്രിലൂടെ തന്നെ ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക. അതിനുശേഷം ലെഫ്റ്റ് നോസ്ട്രിൽ ക്ലോസ് ചെയ്യുക. റൈറ്റ് നോസ്ട്രിലൂടെ ശ്വാസം പുറത്തേക്ക് വിടുക. ശ്വാസം പൂർണ്ണമായിട്ടും പുറത്തേക്ക് വിടുക. അതിനുശേഷം നടു നിവർന്നിരിക്കുക. മുഖത്ത് പുഞ്ചിരിയോടുകൂടി ശ്വാസം ശ്രദ്ധിക്കുക. ഷോൾഡർ റിലാക്സ്ഡ് ആണെന്ന് നോക്കുക. നമ്മുടെ നോസ്ട്രിലെ ബ്ലോക്കേജസ് ഉണ്ടെങ്കിൽ തിരിച്ചറിയുക. ഇത് നിരന്തരം പ്രാക്ടീസ് ചെയ്യുക. ബ്ലോക്കേജുകൾ മാറാൻ ഉപകാരമായിരിക്കും. നമ്മൾ ഇന്ന് പ്രാക്ടീസ് ചെയ്ത 2 ബ്രീത്തിങ് പ്രാക്ടീസുകൾ എല്ലാ ദിവസവും ഒരു 5 മിനിറ്റ് ചെയ്യുക. ഇനി നമുക്ക് ദിനചര്യയിൽ എന്തൊക്കെ മാറ്റം വരുത്താം, എങ്ങനെ സിമ്പിളായി ദിനചര്യയിൽ ബ്രീത്തിങ് പ്രാക്ടീസ് ചെയ്യാം. 3 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഒന്ന്, നമ്മൾ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞ ഉടനെ ഒരു 5 മിനിറ്റ്സ് ബ്രീത്തിങ് പ്രാക്ടീസ് ചെയ്യുക. ഒന്നും ചെയ്യേണ്ട, എഴുന്നേറ്റ് നടു നിവർന്നിരിക്കുക. ഷോൾഡർ റിലാക്സ്ഡ് ആണെന്ന് നോക്കുക. മുഖത്തൊരു പുഞ്ചിരി കൊണ്ടുവരിക. ഡീപ് ബ്രീത്ത് എടുക്കുക. ബ്രീത്ത് ഇൻ, എനർജി മാക്സിമം ഉള്ളിലേക്ക് എടുക്കുക. ഹോൾഡ് ചെയ്യുക. ശ്വാസമുള്ളിൽ ഒരു അവയർനെസ് കൊണ്ടുവരിക. അതിനുശേഷം ബ്രീത്ത് ഔട്ട് ചെയ്യുക. റിലാക്സ് റിലാക്സ്. ബ്രീത്ത് ഔട്ട് ചെയ്യുമ്പോൾ ശരീരം റിലാക്സ് ചെയ്യാൻ അനുവദിക്കുക. ഇതൊരു 5 മിനിറ്റ് ഡെയിലി രാവിലെ പ്രാക്ടീസ് ചെയ്യുക. അതേപോലെ ഉറങ്ങാൻ കിടക്കുന്നതിന് മുമ്പ് റിലാക്സേഷന് വേണ്ടിയിട്ട് നമ്മൾ അപ്പോഴും ഒരു 5 മിനിറ്റ്സ് ദീർഘശ്വാസം എടുക്കുക. പൂർണ്ണമായിട്ട് ശ്വാസം പുറത്തേക്ക് വിടാൻ അനുവദിക്കുക. ശരീരം റിലാക്സ് ചെയ്യാൻ അനുവദിക്കുക. കംപ്ലീറ്റ് ശരീരവും റിലാക്സ് ചെയ്തതിന് ശേഷം കിടന്നുറങ്ങുക. 3ാമത്തെ കാര്യം, ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് ഒരു 3 പ്രാവശ്യം ഒരു ഡീപ് ബ്രീത്ത് എടുത്ത് നമുക്ക് കണ്ണ് തുറന്നും ചെയ്യാം. ഒന്നുമല്ല, വളരെ സിമ്പിളായിട്ട് ഡീപ് ബ്രീത്ത് എടുക്കുക. ബ്രീത്ത് ഔട്ട് ചെയ്യുക. മൂന്ന് പ്രാവശ്യം ചെയ്യുക. അപ്പോൾ എല്ലാ ദിവസവും ദിനചര്യയിൽ ആഡ് ചെയ്യുക. ഡെയിലി 5 മിനിറ്റ്സ് ബ്രെത്ത് വെൽ ചലഞ്ച് പ്രാക്ടീസ് ചെയ്യുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഇത് നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിനും ഷെയർ ചെയ്ത് കൊടുക്കുക. ഡെയിലി പ്രാക്ടീസ് ചെയ്യുക. താങ്ക് യു. ബ്രീത്ത് വെൽ, ലിവ് വെൽ.